7:15 നേരത്തെ എണീക്കാന്നൊക്കെ വിചാരിച്ചതാ, പക്ഷെ ഭയങ്കര തണുപ്പ്, നല്ല ഉറക്കുറങ്ങി. മൈ ഗോഡ്, സോ ഇപ്പം എണീക്കാം. ഹായ് ഹലോ, ഇറ്റ്സ് മീ സുൽമാൻ ഹിയർ, സോ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഗുഡ് മോർണിംഗ്. ആ സ്ട്രേറ്റ് കാണുന്ന ബിൽഡിംഗ് ഈസ് ഗേൾസ് ഹോസ്റ്റലാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഭയങ്കര തണുപ്പ്. എന്താടാ നോക്കുന്നേ? നേരെ വെളുത്തു, റീൽസ് നോക്കിയിരിക്കുക. വെള്ളം കണ്ട ഗുമാന്നിരിക്കണേ, പക്ഷെ ചാടാൻ പറ്റിയില്ല. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല, ഡോണ്ട് വറി. ഓക്കെ, വേണ്ട. സാധാരണ ഇങ്ങനെ ഇല്ലല്ലോ, വിരൽ വയ്ക്കുമ്പോൾ അടുത്തേക്ക് വരാറുണ്ടല്ലോ. കണ്ട, അവന് മാത്രം, അവന് സ്നേഹമില്ല. അങ്ങനെയല്ലടാ, അത് ഞാൻ വിരൽ വയ്ക്കുമ്പോൾ ഇതെന്ത് മീന്? ഓ, ഭാഷ മനസ്സിലാവാത്തോണ്ടായിരിക്കും. മലയാളികളല്ലല്ലോ മീൻ. ഓക്കെ ഫൈൻ, അപ്പോൾ ബൈ, ടാറ്റ. പൂച്ചയ്ക്കൊന്നും കൊടുക്കാനില്ലാണ്ടായപ്പോൾ ഗോൾഡൻ ഫിഷിനെ വറുത്ത് കൊടുത്ത എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. പക്ഷെ അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വെറുതെ എന്തിനാ നാണം കെടുത്താൻ. എന്താല്ലേ, നമ്മുടെ പടക്കുതിര ഈസ് റെഡി ടു. ബാംഗ്ലൂർ വരെയാണ് പറഞ്ഞത്. ഞാനതാ വിചാരിച്ചു, പക്ഷെ ഇവിടെ നിന്നിട്ട് ഇതായില്ലേ കളി. ഫുള്ള് ഹെയർ പിൻ സെറ്റപ്പ് അല്ലേ? ഓ, ഇതില് കുരുതൊക്കെ ഉണ്ടാകുന്ന അമ്പലാടാ. ഇതില് ഗുഹയുണ്ട്, ഗുഹ. ഇപ്പൊ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കണത്. ക്ലോസ് ചെയ്താ? താഴെ അല്ലേ? ഇപ്പൊ പോകാൻ പറ്റത്തില്ല, ഇവിടെ പോലീസ് വന്നിട്ടുണ്ടാവില്ലേ. எவ்வளோ இயர்ஸ்னா? മിനിമം 500 above years. ഇതിപ്പോ 500 വർഷമല്ല പഴക്കം. പഴയ ടെമ്പിൾ 500 ಪವರ್ಫುಲ್ ಟೆಂಪಲ್. ಇವನ್ ಎന്റെ സമയത്തിലെ ഫുള്ള് റൗണ്ട് ಒಂದು ಆಫೀಸ್ ಮಾಡ್ತಾ ಇದ್ದೀನಿ, ಹೊಸ ಅದು 1 ತಿಂಗಳಿಂದ ನಡೀತಿದೆ ಇಂಟೀರಿಯರ್. നമ്മളിപ്പോ കണ്ട അമ്പലത്തിന്റെ പേരെന്തായിരുന്നു? ಬೇಟ್ರಾಯ ಸ್ವಾಮಿ. Yes, we got idli and chapati and chutney. ഇനി എടുക്കട്ടെ. This is അടിപൊളി. അല്ല ഡാഡിച്ചേട്ടൻ, മറ്റേ ഓർമ്മകളായ വിറക്കാണ്. ഒന്നുമില്ല, എല്ലാ ദിവസവും നേരം വെളുത്ത് വരും, കോളേജിൽ കയറുമ്പോൾ അവർ പുറത്താക്കും, അവിടെ നേരെ ഇവിടെ വരും, ഫുഡ് കഴിക്കും. ഇതല്ലേ നൊസ്റ്റാൾജിയ. അതുകൊണ്ട് എന്നും കാണും ഇവിടെ. അല്ല, പ്രകാശനായിട്ട് നമ്മൾ എടുക്കും. ആക്ച്വലി KGF കാണാൻ വന്നിട്ട് ഇപ്പൊ ഡാഡുവിന്റെ ജീവിതകഥ പറയുന്ന ഒരു ഡോക്യുമെന്ററി മാറിയിരിക്കുന്നു എന്റെ വ്ളോഗ്. എന്തോ പറയാൻ വന്നല്ലോ.
അങ്ങ് കാണുന്ന സ്ഥലത്താണ് ഗ്രാജുവേഷൻ നടന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി കുറെ ആൾക്കാരെ കാണാനുണ്ട്. എല്ലാരും കാണാനൊന്നും പറ്റില്ല. ഇവിടെ വന്നിട്ട് ആൾക്കാരെ കാണല് മാത്രമേ ഉള്ളൂ. പക്ഷെ KGF പോയിരിക്കും. ആക്ച്വലി KGF നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞത്. അതൊക്കെ ക്ലോസ് ആയെന്നാ പറഞ്ഞേ. അപ്പൊ പുറത്തു നിന്ന് കണ്ടിട്ട് വീഡിയോ കാണിക്കാം. എന്തൊരു ഹൈപ്പ കൊടുത്ത ഞാൻ ആദ്യം കാണാൻ പോകുന്ന സ്ഥലം കേട്ടാൽ ഞെട്ടും. നിങ്ങൾ ഞെട്ടിത്തരിക്കും. ഭയങ്കര റെസ്ട്രിക്ഷൻസ് കൂടി. അപ്പം അവിടെയൊക്കെ ക്ലോസ് ചെയ്തു അത്ര. സോ കാടും മേടൊക്കെ ആയി എല്ലായിടത്തും. അപ്പോ സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് അവരിപ്പോ ആരും അങ്ങോട്ട്. ഞാൻ വരുന്ന ടൈമിനും ഗാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോണ ടൈം ആയപ്പോഴേക്കൊക്കെ അവരൊക്കെ അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടാവില്ല. വൈഫിനായിട്ട് വന്നപ്പോഴൊക്കെ കയറാൻ പറ്റിയത്. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാൻ പറഞ്ഞു. നമ്മളിപ്പോൾ കഴിച്ച ഫുഡ് അതിൽ ആ റെഡ് ചമ്മന്തി ഉണ്ടല്ലോ, ഏറ്റവും മുന്നേ കിട്ടില്ല ഐറ്റം. നല്ല കിട്ടില്ല ഫുഡ്, നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇഡ്ഡലി ആയാലും ചട്നി ആയാലും സാമ്പാറായാലും ചമ്മന്തി ആയാലും എവറിത്തിങ് ഈസ് സോ ഗുഡ്. ഐ എം സോ ഹാപ്പി. ഇരിക്കുന്നതാണ് ഞങ്ങളുടെ രംഗണ്ണൻ. നമ്മളിപ്പോൾ വന്നിട്ട് കുട്ടി ട്രൗസർ മാറ്റിയിട്ട് ജീൻസ് ഇടാൻ വേണ്ടി വന്നതാണ്. കാരണം ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ടാഡുവിൻ്റെ കോളേജ്. ഓ മൈ ഗോഡ്, ഇനി അവിടെ എന്തൊക്കെ ഉണ്ടാവാൻ പാടാവോ. സാറന്മാരും മനസ്സിലാവാണ്ടിരിക്കാൻ മാസ്ക് ഇട്ട് ഇറങ്ങിയേക്കുക. ഇതാണ് നമ്മുടെ കോളേജ്. അതെ, ഹെൽമെറ്റ് കിട്ടി അത്രയും നല്ലത്. അപ്പൊ അത് കഴിഞ്ഞു ഗൈസ്, കോളേജിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. മൈനിങ്ങിന്റെ പ്ലേസ് അപ്പൊ ഫുള്ള് ക്ലോസ് ചെയ്തല്ലേ? മേലെ പോകാൻ പറ്റത്തില്ല ബ്രോ. അപ്പം ഇതാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റണേ. ഇതില്ല, ഇതിന്റെ മേലെ ഇന്നുണ്ട്. ഇത് വേറെ വേസ്റ്റ്. അല്ല, അങ്ങോട്ട് കയറാൻ പറ്റും. ഒന്നും കയറാൻ പറ്റത്തില്ല ഇപ്പൊ. അതാണ് പ്രശ്നം. കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് KGF-ലോട്ട് വന്നല്ലോ. ലെയർ ആയിട്ട് കട്ടായി കിടക്കുന്നത് അല്ലേ? ഇത് മൊത്തം ഗോൾഡ. ഇതാണ് പണ്ട് ഇതിന്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല അല്ലേ? മേലോട്ട് കയറാൻ പറ്റുമല്ലേ? Really sorry. Fully lock ആയി guys. Restrictions. ഗോൾഡ് ഇത് കണ്ടിട്ട് ഇത് ഫുള്ള് ക്ലോസ് ആയിക്കണം. ടൈറ്റാനിക് ഇത് നോക്കി, ഇതെല്ലാം ഗോൾഡാണ്. നേരത്തെ പറഞ്ഞ അമ്പലം. This is കോട്ലിംഗേശ്വര entrance. കോട്ലിംഗേശ്വര. അവിടെ നല്ല ഇവിടെ ഇപ്പൊ ടോട്ടൽ എത്ര സീലിംഗ് ഉണ്ട്? ഒരു കോടി ശിവലിംഗമാണ് ഇവിടെയുള്ള. ചില്ലറയല്ല, 1 കോടി, 1 crore. ആ ഏരിയ ഫുള്ള് ശിവലിംഗങ്ങളാ. 1 കോടി ശിവലിംഗം. അവരാണ് പൈസ കൊടുത്ത് അത് ചെയ്യിപ്പിക്കും. ഏത് ഈ ശിവലിംഗം? രജനീകാന്തിന്റെ ഇത്. ഓ, ഇത് വിജയ് സ്പോൺസർ ചെയ്തതോ? അതെ. ഇത് എത്രയാണ്? വന്നിട്ട് ಶಿವ ನಾನು ಒಂದೇ ಜೊತೆ UK
ഇതെന്ത് സംഭവം? പ്രസാദം. പാച്ചുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ? ഇത് കാണിക്കും. ഇത് എസ്തുവിന്റെ അപ്പയുടെ വക. എസ്തുവിന്റെ അത്ര ഉണ്ടെന്ന് പറയാം. എസ്തുവിനേക്കാൾ വലിപ്പുണ്ടല്ലേ? എസ്തുവിന് പൊന്ത് ഇത്ര വലിപ്പുണ്ട്. ഇത്ര വലിപ്പുണ്ട്. ഹായ് ഹായ്. സോ പർച്ചേസ് ഡൺ. നമ്മൾ ആക്ച്വലി ഡ്രസ്സൊക്കെ മാറിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടിയിട്ടിരുന്നതാ. പക്ഷെ ഭയങ്കര തണുപ്പ്. പിന്നെ ആലോചിച്ചാൽ തണുപ്പ് മാറി വരുമ്പോഴേക്കും ഉച്ചക്കലത്തെ ഫുഡിൻ്റെ സമയം കഴിയും. അപ്പം നല്ല വിശപ്പും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ചാടാം. ഡോണ്ട് വറി, വി വിൽ കം. ഓക്കെ, ബൈ. ഡ്രാഗൺ ചിക്കനാ? അതെ. ഫുഡ് അടിപൊളി കേട്ടോ. ബിരിയാണി, ചിക്കൻ ബിരിയാണിയും ചിക്കൻ അനാർക്കലിയാണ് കഴിച്ചത്. ഇവിടെ വന്നിട്ട് കഴിച്ച ഫുഡല്ല അടിപൊളി അല്ലേ? എല്ലാ ഫുഡും അടിപൊളി. ഒരെണ്ണം പോലും ഇതുവരെ മോശമായിട്ടില്ല ഇതുവരെ. പ്രകാശനന്റെ വഴിക്ക് പോയി. അപ്പൊ അത് സെറ്റ്. ഇവിടെ നിൽക്കാനുള്ളൊരു സമയമില്ല ശരിക്കും. നിന്നാണ് നമുക്ക് വേണ്ടി ജസ്റ്റ് ബിസിനസ് തിങ്സ്. ഡാഡിന് വേണ്ടി നിന്നതാ. പുതിയ ഓഫീസിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക അവിടെ ബാംഗ്ലൂര്. അപ്പം അത് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ വഴിക്ക് പോകണം. ഏത് വഴി? ഇന്നലത്തെ പോലെ കെട്ടുന്നല്ലേ ഉണ്ട്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണ്. നല്ല തണുപ്പുണ്ട്. എന്തും സംഭവിക്കാം. ഏതി കൂടെ ഇറങ്ങണ? അവിടെ സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങിയ പോലെ. എപ്പടി ഇருக்கு? സുഖമാ ഇരിക്കാ? നല്ല താഴ്ചയുണ്ട് ഇവിടെ. അല്ല ഇവിടെ താഴ്ചയുണ്ട്. എന്റെ പൊന്നടോ, എന്തൊരു തണുപ്പാ. ഇനി ഇവിടുത്തെ ഫുള്ള് ഇളക്കിയിട്ട് ഇവിടുത്തെ പൊടിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വരട്ടെ. ആണോ? അല്ല ഇറങ്ങാൻ വേണമെങ്കിൽ പറയണോട്ടോ, എനിക്ക് ഇരിക്കാൻ വേണ്ടിട്ടാ. 1 2 3. എങ്ങനെയുണ്ട്? ഇറങ്ങാൻ പോവാട്ടാ. അയ്യോ, എന്റെ ഐഡിയ പോയി. എല്ലാവരും ഉണ്ടല്ലോ, എന്നെ കൊണ്ട് പറ്റൂന്ന് തോന്നുന്നുണ്ട്. ഡാഡുവിന്റെ ലീല വിലാസങ്ങൾ.
അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ KGF കാണണമെന്നുണ്ടായിരുന്നു. KGF കാണാൻ പറ്റിയില്ല, കാരണം റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാരിപ്പോൾ കയറ്റുന്നില്ല, മൊത്തം ക്ലോസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കുറച്ച് സ്ലൈഡ് ഇങ്ങനെ കാണാൻ പറ്റിയെന്നുള്ളൂ. പക്ഷെ നമ്മൾ 2 ടെമ്പിൾ കണ്ടു. അടിപൊളി ടെമ്പിൾ, നല്ല രസമുള്ള ടെമ്പിൾ. അപ്പോൾ അത് കാണാൻ പറ്റി, ഭാഗ്യം. അപ്പോൾ ആക്ച്വലി ഇവിടെ നമ്മൾ ഡാഡി ചേട്ടൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് കോളേജിലെ. അപ്പം അത് ഓക്കെ ആയി, എല്ലാം ആയി, സെറ്റായി. അപ്പം ഇനിയിപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മളിനി നൈറ്റിലത്തെ ഫുഡും കഴിച്ച് തിരിച്ചു പോകും. അപ്പം ഇനിയിപ്പോൾ ഇവിടെ അലമ്പായി എടുക്കണമൊക്കെ എല്ലാം മൊത്തത്തിലൊന്ന് പാക്ക് ചെയ്യണം, വണ്ടി എടുക്കണം, വിട്ടുപിടിക്കണം. അപ്പം അതിന് മുന്നേ ഒന്ന് ചാർജ് ചെയ്യണം, വണ്ടി ഒന്ന് ചാർജ് ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ് വല്ല ചായ ജ്യൂസൊക്കെ കുടിച്ച് രാത്രി ഫുഡും കഴിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോകും. അപ്പം ബാക്കി ഇനിയിപ്പോൾ പോണ പോക്കിൽ കാണാം. സോ ബൈ ഗേൾസ്, പിന്നെ വരാട്ടോ. ഓക്കെ. കൊഞ്ചം പാനി എപ്പം കാണിക്ക് സ്പെഷ്യലാണ്. ഇതൊന്നും വേറെ എവിടെയും കിട്ടൂല. നോ ട്രിപ്പിംഗ്. ഈ പുള്ളി അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട വഴി കൂടെയൊക്കെ കൊണ്ടുണ്ട്. ഇതൊക്കെ ഏത് വഴിയാണോ തമ്പുരാനറിയാം. തല കറിക്കോട്ടെ ചിലപ്പോ. We got some seats. And famous from Dr. Bagani. എൻ്റെ വ്ളോഗ് എടുത്തെടുത്തിട്ട് ആക്ച്വലി ഇപ്പം ഡാഡുവിൻ്റെ സത്യാന്വേഷണ കഥകൾ പോലെയായി. ഞാനില്ല അതില്. പോയോ അതൊരു ഇതാണ് ഞാൻ പറഞ്ഞ സാൻഡ്വിച്ച്. അയ്യോ യെസ്, മിക്സ്ഡ് സാൻഡ്വിച്ച്. അപ്പോൾ ദ നെക്സ്റ്റ് സ്റ്റോപ്പ് ഫലൂഡ. പറ എന്താണ്ടേ? വിളിക്കില്ല, കുടിച്ചു നോക്കും. എന്നിട്ടൊരു ബദാം പറയും. അതിങ്ങ് തിരി ഫ്രൂട്ട് സാധനം കണ്ടോ? ലീഗാണ് ലീഗ്. വീട്ടിലേക്ക് പോகிறதுக்கு മുന്നാടി ഇന്നൊരു വട്ടം കൂടെ ചാർജ് പണിട്ടെ. ഗൂഗിൾ ചേച്ചി പറയണ വഴിക്കാണ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കണത്. ബട്ട് വി ഡോണ്ട് നോ എന്താവും എന്നുള്ളത്, എന്ത് വഴി കൂടെയൊക്കെയാന്നുള്ളത് ചേച്ചിക്കന്നെ അറിയുള്ളൂ. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ us. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദ അഡ്വഞ്ചർ ജേർണി ബിഗിൻസ്. നമ്മൾ മാത്രമുള്ള ഈ റോട്ടില് പുള്ളിക്കാര് നമ്മുടെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ശ്മശാനത്തിന്റെ ഉള്ളിൽ കൂടെ അതെ തോന്നിവാസം കാണിച്ചു തുടങ്ങി. അതെ, നല്ല റോട്ടിൽ നിന്ന് മാപ്പ് ചേച്ചി നമ്മളെ ഒരു റൂട്ടിലോട്ട് കയറ്റിയിട്ടുണ്ട്. അത്ര തന്നെ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഇപ്പോഴത്തെ സാഹചര്യത്തില്. ഓക്കെ, യെസ് ഓഫ് കോഴ്സ്. ഇതിപ്പോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്തിയെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ ഗൈസ്, നമ്മൾ ആക്ച്വലി ഒരു മനുഷ്യനില്ലാത്ത വഴി കൂടെ ഒരു ചേട്ടൻ പോകുന്നുണ്ട് ഫ്രണ്ടില്. ഇത്രയും നേരം ഒരു മനുഷ്യ കുഞ്ഞുണ്ടായിരുന്നില്ല ചുറ്റും ഇതുപോലത്തെ റോഡ്. അല്ല മറ്റേ വഴി പറയണൊക്കെ തെറ്റണു. റോഡ് മാത്രമേ ചുറ്റും ഫുള്ള് കാട് പിടിച്ച സ്കീമാണ്. അയാളും മാഞ്ഞു പോയി കറുത്തല്ലോ. ഈ മാപ്പിന് ഒരുമാതിരി ഇങ്ങനത്തെ പരിപാടി കുറച്ച് കൂടുതലാണ് മനുഷ്യനെ പേടിപ്പിക്കാൻ. നന്ദി. രാവിലെ മുതൽ മനുഷ്യനെ അവിടെ ശ്മശാനം ഇവിടെ ശ്മശാനം എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് എന്നിട്ട് ഇപ്പൊ രാത്രി പോണ വഴി കണ്ടല്ലോ ഇമാതിരി വഴി കൂടെ പോണത്.
ഇപ്പൊ മനുഷ്യന് ഒരാളെ കണ്ടാ മതി. എത്തുമായിരിക്കും. മെല്ലെ 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 വളവ് പാടത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മുങ്ങിച്ചാവാനേ പറ്റുള്ളൂ. പക്ഷെ റോഡ് നല്ല റോഡാ. നല്ല റോഡ്, കാലി റോഡ്, ചുറ്റും കാട്. ഇത് ആക്ച്വലി ഒരു ഫോറസ്റ്റ് സോൺ എന്നാണ് അവിടെ ഒരു ബോർഡ് കണ്ടത്. നമ്മളെ കാടിന്റെ ഉള്ളിൽ കൂടെയാണ് പുളിച്ചേച്ചി കൊണ്ടുപോകണം. ഇവിടെ വല്ല മൃഗങ്ങൾ ക്രോസ് ചെയ്യണ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ കണ്ണടച്ചിരിക്കാല്ലേ. വണ്ടികൾ ഇപ്പൊ കാണാണ്ട്. പക്ഷെ ഇത് ആക്ച്വലി ഫോറസ്റ്റ് സോൺ എന്നാണ് എഴുതി വെച്ചേക്കണേ. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു സഞ്ചാരമുള്ള ഫോറസ്റ്റ് സോൺ ആയിരിക്കും. അല്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ വെക്കില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു എന്താ അത് ബൈക്കല്ലേ. അല്ലാണ്ട് ഇപ്പൊ എന്താ അത് പട്ടിയത്. അയാളാണെങ്കിൽ ചവിട്ടി സൈഡാക്കും ചെയ്ത് കണ്ടില്ലേ പോണത്. ഞാൻ ആ ബൈക്ക് കണ്ടിട്ട് കാട്ടുപോത്താന്ന് വിചാരിച്ചു. അതെന്താ പറയോ പേടിച്ചിട്ടേ എന്റെ എന്താ പറയാ കൊഴുപ്പിച്ചിട്ട് ഉരുകിയുണ്ട് പോയി. മൈ ബ്രെയിൻ ഈസ് നോട്ട് ബ്രെയിനിങ് ആക്ച്വലി. മേടിച്ചു വെക്കാം. ഈ ഒരു സിറ്റുവേഷനില് ടയർ എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ വി ഹാവ് നത്തിങ് ടു ഡു. കാരണം സ്റ്റെപ്പിനില്ല. അതുകൊണ്ട് ഈ ഒരുവിധം എല്ലാ EV വണ്ടികൾക്ക് സ്റ്റെപ്പിന് ഇല്ലാന്നാണ് എന്റെ അറിവ്. സോ ആരായാലും മേടിച്ച് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് കുറയ്ക്കണം, മാറ്റി വെക്കണാണ് ഉമ്മാര്. അതെ, ഇപ്പൊ സ്റ്റെപ്പിനി ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റെപ്പിനി മേടിച്ച് വെക്കാം. വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ എപ്പോഴാ എന്താ ആവശ്യം വരാന്ന് അറിയില്ലല്ലോ. ഇപ്പൊ നമുക്ക് ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. ആ തമിഴ്നാട് വണ്ടി ചേട്ടൻ നിർത്തി അവിടെ. ചേട്ടൻ അവിടെ വണ്ടി നിർത്തി. ഇവിടുന്ന് എന്തോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പച്ച ബോർഡ് മാത്രം, ഒന്നും എഴുതിയിട്ടില്ല. റിഫ്ലക്ടർ ബോർഡ് മാത്രം. അതെ, റിഫ്ലക്ടർ ബോർഡ് മാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഈ ചേച്ചി വീണ്ടും 3.5 കിലോമീറ്റർ ഇതേപോലത്തെ റോഡ് പോവാനും പറയുന്നുണ്ട്. എന്റെ പൊന്നു ചേച്ചി, 4:15 നമ്മള് അവിടെ എത്താന്ന് പറഞ്ഞേക്കണേ മാപ്പ്. ബട്ട് വി ഹാവ് ടു ചാർജ്. അതുകൊണ്ട് തന്നെ ഒരു 1-2 അവർ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. നമ്മളെ ചാർജ് ചെയ്യാനല്ല, വണ്ടി ചാർജ് ചെയ്യാൻ. അപ്പൊ 6:15 ആകുമ്പോഴേ നമ്മൾ എത്തുള്ളൂ വീട്ടിലോട്ട്. രാവിലെ 6 മണി അല്ല 6:15 ആകുമ്പോൾ. എന്നാലും ഈ വഴി ഒന്ന് കറക്കട്ടെ ആദ്യം, എന്നിട്ട് ബാക്കി ചാർജിനെ കുറിച്ച് ആലോചിക്കാം. ഇപ്പൊ ആക്ച്വലി 88% ഉണ്ട്. 310 കിലോമീറ്റർ പോകുന്നതാണ് പറയുന്നത്. എഫിഷ്യൻസി ഒക്കെ നന്നായിട്ട് തരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. അപ്പൊ എന്തായാലും 310 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴേക്ക് ഈ നാട് വിട്ടുണ്ടാവുമല്ലോ നമ്മള്. ഓഫ് കോഴ്സ് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ നാട് വിട്ടിട്ടുണ്ടാവും. സോ പേടിക്കാനില്ല. ഫ്ലൈ ഓവർ അല്ല, വണ്ടി പോണോണ്ടാവില്ല. അതെന്തോ പ്ലെയിൻ പോയതായിരിക്കും. അല്ലടാ, എവിടെ ഫ്ലൈ ഓവർ? അതെന്തോ പള്ളി അമ്പലം എന്താണ്. ബട്ട് ഫ്ലൈ ഓവർ ഫ്ലൈ ഓവർ എത്തി. അപ്പൊ നമ്മൾ NH എത്തിയിരിക്കുകയാണ് ഗായ്സ്. യെസ്, ഇനിയിപ്പോ റൈറ്റിലോട്ട് ഹൊസൂർ, ലെഫ്റ്റ് കൃഷ്ണഗിരി. അപ്പൊ കറക്റ്റ് NH എത്തി. ഇനിയിപ്പോ കുഴപ്പമില്ല. ഇനിയിപ്പോ NH അങ്ങ് നേരെ അങ്ങ് 100-110 അല്ലേ? 100-110 പോണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മളൊന്ന് ചായ കുടിച്ചൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിട്ട് ഹോട്ടൽ ശരവണ ഭവനിൽ കയറിയിട്ടുണ്ട്. കോഫി. നമ്മൾ ടോളിലാണ്. ഫുള്ള് ലോറികൾ കണ്ട, ഹെവി വെഹിക്കിൾസ് മൊത്തം. മാപ്പിൽ ആക്ച്വലി രാവിലെ 6 മണിക്ക് എത്തുന്നാണ് കാണിച്ചേക്കണേ. ബട്ട് ഐ തിങ്ക് നമ്മളൊരു 7 മണിയാവും. 7 മണി കഴിയും. കാരണം ഒരു വട്ടം കൂടി ചാർജ് ചെയ്യാനുണ്ട്. സോ എന്നാലേ നാളെ പുള്ളിക്ക് വർക്കിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മിക്കവാറും 7 മണി കഴിയും എത്തുമ്പോൾ. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കണം. തമിഴ്നാട് തന്നെയല്ലേ? തമിഴ്നാട് അമ്മ ഏരിയ. തണുപ്പത്ത് വന്നിരുന്നിട്ട് ഐസ്ക്രീം കഴിക്കുക. അതങ്ങനെ 2 ഉറക്കം പോകാനത്ര. 6:44 ഗൈസ് മോർണിംഗ്. നമ്മളിപ്പം പാലക്കാട് എത്തി. ഇപ്പം നമ്മളിങ്ങനെ മാറിയിട്ട് ഓടിക്കുക വണ്ടി. ഇപ്പോൾ ഒരാൾക്ക് ഉറക്കം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യും. ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് എന്നിട്ട്
അടുത്ത ആൾ വണ്ടി ഓടിക്കും. അങ്ങനത്തെ സെറ്റപ്പായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ എത്തും, വീടെത്തും അത് തോന്നണം. സോ ഫൈനലി ആഫ്റ്റർ ദ ലോങ് ഡ്രൈവ് വി റീച്ച്ഡ് ഹോം. അയ്യോ കയറി വാ മക്കളെ, കയറി വാ, കയറി വാ മക്കളെ, കയറി വാ. ഫൈനലി വി റീച്ച്ഡ്. പൊടി ഇതിപ്പോൾ നല്ല വെളിച്ചെല്ലാം ഉണ്ടോ അറിയാത്ത, നല്ല കിട്ടില്ല പൊടി, വണ്ടി മൊത്തം പൊടി. Successfully. ഓട്ടോമാറ്റിക് ഡോറാ കാണാനല്ലോ. അപ്പം ഇന്നലെ രാത്രി 7:30 ഇറങ്ങി, ഇന്നിപ്പോൾ രാവിലെ 7:30 എത്തി. 7:30 എത്തി. കറക്റ്റ് 12 മണിക്കൂർ. കാരണം ഒരു 3 വട്ടം നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ കുറച്ച് സമയം പോയതാണ്. ശരിക്കും അത്രയും സമയം 8 മണിക്കൂർ എന്തോ കാണിച്ചിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ 2 ദിവസത്തെ പരിപാടി കഴിഞ്ഞു. പക്ഷെ നല്ല ഉറക്കക്ഷീണമുണ്ട്, ശരിക്കും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് പോയി ഉറങ്ങട്ടെ. ബൈ.